ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ യൂത്ത് ഇവരൊക്കെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയക്കാരൊക്കെ നിർത്തുകൊണ്ടിരിക്കുകയല്ലേ, ശരത്തും ഇവരെല്ലാം നിൽക്കുകയാണ്. എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ലാത്ത ദിവസമല്ല സോഷ്യൽ മീഡിയയിൽ. എനിക്കിനിപ്പോൾ ധൈര്യമായിട്ട് 5 വർഷം എന്ന് പറയാം. കഴിഞ്ഞ 29-ാം തീയതിക്കുമാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, അന്ന് വൈകുന്നേരം വരെ ഉള്ളൂ. ഷൈനിയുടെ ഉള്ളിൽ ഇത്രത്തോളം വലിയൊരു കലാകാരി ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിച്ച. പിരിമുറുക്കം ചില്ലറ പിരിമുറുക്കമൊന്നും അല്ല ഭരണാധികാരികളും ജീവനക്കാരും അനുഭവിക്കുന്നത് എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞാണ് ഉദയചേട്ടൻ പാട്ട് പാടുമെന്നാണ് ഫാൻസി ഡ്രസ്സ്. ഏകദേശം എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട സമയം. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രസംഗത്തിലേക്ക് കടന്നാൽ അത് വലിയൊരു സാഹസമായിരിക്കുമെന്ന് മാത്രമല്ല, മേയറായതുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറയാനും പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഉണ്ടെങ്കിലും എഴുതുന്നതിനെ. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലൊരു പാതകത്തിലേക്ക് കടക്കുന്നില്ല. മാത്രവുമല്ല, പ്രിയങ്കയുണ്ട്, അഖിലയുണ്ട്, ദിനേശ് ചേട്ടനുണ്ട്. അവരൊക്കെ പറയുന്നതും പാടുന്നതൊക്കെ കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹവും താല്പര്യവും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം മേയറാകുന്നതിന് മുൻപ് പോലെ അല്ല ആയതിനു ശേഷം ഇവിടുത്തെ പിരിമുറുക്കം ചില്ലറ പിരിമുറുക്കമൊന്നും അല്ല ഭരണാധികാരികളും ജീവനക്കാരും അനുഭവിക്കുന്നത് എന്നുള്ളത് കോർപ്പറേഷനെ പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവുകയില്ല. ഇവിടുത്തെ അല്ലേ, പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും ഇത് വലിയൊരു കൊടി വെച്ച കാറിൽ പോകുന്നു, ചാനൽ വാർത്ത കാണുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഓൺ ഫണ്ടൊക്കെ ഉള്ള കോർപ്പറേഷനാണ്, മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു, പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്നു എന്നും വാർത്ത. സെക്രട്ടറിമാരാണെങ്കിൽ എല്ലാ ദിവസവും ചാനലിലാണ് നിൽക്കുന്നത്, സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവർ ജീവനക്കാരുമൊക്കെ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാർത്ത ഇല്ലാത്ത ദിവസം ചുരുക്കമാണ്. അത് ആര് മേയറായാലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗ്ലാമർ ലോകമാണ്. പക്ഷേ നമുക്ക് ഇതിനകത്തിരിക്കുന്നവർക്കറിയാം ഉണ്ടാകുന്ന BP എന്നും കൂടിക്കൊണ്ടേയിരിക്കും പലർക്കും എന്നുള്ളത്. ഞങ്ങൾക്കത് പ്രശ്നമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഷൈനിയുടെ ഉള്ളിൽ ഇത്രത്തോളം വലിയൊരു കലാകാരി ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വളരെ സന്തോഷിപ്പിച്ച ദിവസങ്ങളായിരുന്നു. 3-4 ദിവസം മുമ്പ് വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഷൈനി 3-4 പേരും കൂടെ എൻ്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സാംസ്കാരിക സംഘടന ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇതുവരെ ഇല്ലേന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വന്നതിന് ശേഷം കുറച്ച് പിരിമുറുക്കം കൂടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമെന്നു ഞാൻ പറഞ്ഞത്. ഏത് തരത്തിലും ആവാം. അതുകൊണ്ട് അങ്ങേയറ്റം പിന്തുണയ്ക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഹരിതകർമ്മ നമ്മൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് ശുചീകരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കായിട്ട് അവിടെ RDR ഹാളിൽ നമ്മുടെ ഒരു മീറ്റിംഗ് നടത്തിയല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊരു മീറ്റിംഗ് നടത്തിയല്ലോ. അവിടെ ഞാൻ ചെന്നപ്പോൾ ഹരിതകർമ്മ സേനയിലെ ചില ജീവനക്കാർ വളരെ മനോഹരമായി
വളരെ ഭംഗിയായിട്ട് അവർ പാട്ട് പാടുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഓരോ തൊഴിൽ മേഖലയിലും എത്തിപ്പെടുമ്പോൾ അതുമായിട്ട് താരതമ്യം പ്രാപിക്കുകയാണ്. ഒരുപക്ഷേ കലാരംഗത്ത് എത്തേണ്ട അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഈ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജീവനക്കാരിൽ പലരും ഏറ്റവും മികച്ച പ്രിയങ്കമാരോ അഖിലമാരോ ദിനേശ് പണിക്കർമാരോ ഒക്കെ ആകുമായിരുന്നു. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യം മറ്റൊന്നായതുകൊണ്ടാണ്. എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ പുറത്തു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകണം, അവസരമുണ്ടാകണം. ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ 10 മണി മുതൽ 5 മണി വരെയുള്ള ജോലിക്ക് തടസ്സം വരാത്ത തരത്തിൽ ഏതു തരത്തിലുള്ള നിങ്ങളുടെ കലാവാസനയെയും പിന്തുണയ്ക്കുന്ന ഭരണസമിതി ആയിരിക്കും ഈ ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ അങ്ങ് അറ്റം തന്നെ ഞാൻ ഓപ്പണായിട്ട് ഞാൻ നിങ്ങളുടെ പറയുകയാണ്. അതായത് ഞങ്ങളുടെ കൗൺസിലർമാരൊക്കെ തന്നെ നിങ്ങളെക്കാൾ മികച്ച കലാകാരന്മാരും കലാകാരികളും ഞങ്ങളുടെ കൗൺസിലിൽ തന്നെ ഉണ്ട്. അവരെയൊക്കെ കൂട്ടിക്കോളൂ. എല്ലാ തരത്തിലുള്ള പിന്തുണയും നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ചിലവൊക്കെ വരും ഇതൊക്കെ സംഘടിപ്പിക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്തൊക്കെ ചെയ്യേണ്ട പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. ഒരു റെസ്ട്രിക്ഷൻ, ഒരു നിയന്ത്രണം അതിലുണ്ടാവുകയില്ല. അത് നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ രണ്ടുപേരും, മേയറായാലും ഭരണാധികാരത്തിന് നേതൃത്വം കൊണ്ടുവന്ന കൗൺസിലറായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായാലും ഡെപ്യൂട്ടി മേയർ, നമ്മുടെ ജോലിയിൽ ഞങ്ങളും വെള്ളം ചേർക്കാൻ പാടില്ല, നിങ്ങളുടെ ജോലിയിൽ നിങ്ങളും വെള്ളം ചേർക്കാൻ പാടില്ല. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒത്തൊരുമിച്ചാകാം. അടുത്ത ദിവസം ഓണാഘോഷം നടക്കുന്നുണ്ട്, പരമാവധി ആസ്വദിക്കുക. നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, അദ്ദേഹത്തെ ഞാൻ അങ്ങറ്റം തന്നെ അഭിനന്ദിക്കുകയാണ് അക്കാര്യത്തിൽ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങളൊക്കെ ഈ തിരക്ക് പിടിച്ച് വിട്ടുപോയാലും അദ്ദേഹത്തിൻ്റെ വർക്കിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഓണാഘോഷമായാലും മറ്റ് പരിപാടികളായാലും ചിട്ടപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം അങ്ങേറ്റം തന്നെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഔദ്യോഗിക ബന്ധങ്ങളൊക്കെ തന്നെ സ്പോൺസർഷിപ്പിനായി മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ കണ്ടറിഞ്ഞ് വിനിയോഗിക്കുന്നുണ്ട്. ചെയ്തതിന് ശേഷമായിരിക്കും ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ദേശഭക്തി ഗാനമായാലും ഒക്കെ തന്നെ മത്സരം സംഘടിപ്പിക്കാനൊക്കെ തീർച്ചയായിട്ടും അത്തരത്തിൽ നല്ല തരത്തിലൊരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഒരുമിച്ചൊരു കുടുംബാംഗങ്ങളെ പോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള എനിക്കിനിപ്പോൾ ധൈര്യമായിട്ട് 5 വർഷം എന്ന് പറയാം. കഴിഞ്ഞ 29 തീയതിക്കുമാണെങ്കിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, അന്ന് വൈകുന്നേരം വരെ ഉള്ളൂ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ആശങ്കയൊന്നും ആക്കും വേണ്ട. വരാൻ പോകുന്ന 5 വർഷം നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും തരുന്ന ഒരു കൗൺസിലായിരിക്കും ഇതിനകത്തുണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ യാതൊരു സംശയം വേണ്ട കാര്യങ്ങളിലൊന്നും. ഞാൻ പറയുന്നത് ഷൈനി, നിങ്ങളോട്, നിങ്ങളുടെ ഭാരവാഹികൾ ആരെന്ന് എനിക്കറിയില്ല, തിരുവരങ്ങിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് എനിക്ക് പറയാം, സീം സെക്രട്ടറിയൊക്കെ അതൊന്ന് ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം, ഒരു സെക്കൻഡ് സാറ്റർഡേ തലേദിവസമുള്ള വെള്ളിയാഴ്ചയോ പിറ്റേ ദിവസം വർക്കില്ലാത്ത ദിവസം, നിങ്ങളൊരു ദിവസം വൈകുന്നേരം എല്ലാ മാസത്തിലും ഒരിക്കൽ ഒരു ദിവസം 1-2 മണിക്കൂർ ഇവിടെ കലാപരിപാടികൾ നടത്തുന്നതിൽ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങോട്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്. മാസത്തിലേതെങ്കിലും ഒരു ദിവസം, ഒരു സെക്കൻഡ് സാറ്റർഡേ തലേദിവസമുള്ള വെള്ളിയാഴ്ചയാവാം, ഒരു 4 മണി മുതൽ 6 മണി വരെ നിങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിൽ ഹരിതകർമ്മസേന അംഗങ്ങളെയും മറ്റുള്ള സോണലിലുള്ളവർക്കും കൂടെ അവസരം കൊടുക്കണം. എല്ലാവരും വരണമെന്ന് നിർബന്ധിക്കേണ്ട. അപ്പോൾ അവർക്ക് അവരുടേതായ പാട്ടുകൾ പാടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂത്താണ്ട് ഇവരൊക്കെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയക്കാർക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ, ശരത്തും ഇവരെല്ലാം നിൽക്കുകയാണ്. എല്ലാവരും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇല്ലാത്ത ദിവസമല്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ആരെങ്കിലും കയറി ക്ലിക്കായി കഴിഞ്ഞാൽ നാളെ അവർക്കൊരു അവസരം കിട്ടണമെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് തടയുന്നത്? അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഈ ഭരണസമിതി ഇരിക്കുന്നതോളം ഈ കോർപ്പറേഷനിൽ യാതൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നിങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ അതിനൊക്കെ സഹകരിക്കും. ഇനി ചെമ്പഴന്തിയാകാനും പാട്ട് പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടിക്കോളൂ. കൗൺസിലർമാർ നിരവധി കലാകാരന്മാരുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ ഉദയചേട്ടൻ പാട്ട് പാടുമെന്നാണ് ഫാൻസി ഡ്രസ്സ് കഴിവുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, അവരെയൊക്കെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കൂടി കളർഫുള്ളാക്കി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.